ഇപ്പോൾ വരുന്ന സങ്കടകരമായ ഒരു വാർത്ത, നേരത്തെ എം ജി പ്രതീഷ് റിപ്പോർട്ട് ചെയ്ത ഒരു 10 വയസ്സുകാരനെ കാണാനില്ല എന്ന വാർത്ത പറഞ്ഞില്ലേ, ആ കാണാതായ 10 വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നാണ് പറയുന്നത്. വീടിന് സമീപത്തെ കനാലിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. സങ്കടകരമായ സാഹചര്യമാണ്. ഇപ്പോൾ എം ജി പ്രതീഷ് വീണ്ടും നമുക്കൊപ്പം ചേരുന്നു. പ്രതീഷ്, എപ്പോഴാണ് ഈ വിവരം ലഭിച്ചത്? SKN അല്പസമയം മുമ്പാണ് ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. വീടിന് സമീപത്തെ ഒരു കനാലിൽ നിന്ന് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. കുഞ്ഞിനെ ഇന്നലെ കാണാതായത് മുതൽ വ്യാപകമായ തിരച്ചിലാണ് പ്രദേശത്ത് നടത്തിയിരുന്നത്. പോലീസിന്റെ നേതൃത്വത്തിലും പലയിടങ്ങളിലും തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ അല്പസമയം മുമ്പാണ് ഈ കുഞ്ഞിന്റെ മൃതദേഹം സമീപത്തെ കനാലിൽ നിന്ന് കണ്ടെത്തിയത്. കാഞ്ഞിരംകുളം പോലീസ് സ്ഥലത്തെത്തി നിലവിൽ മൃതദേഹം കരക്കെടുത്തിട്ടുണ്ട്. മൃതദേഹം ഇനി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുമെന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കുഞ്ഞിനെ എത്രയും വേഗം കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയായിരുന്നു ബന്ധുക്കൾക്കും പോലീസിനും നാട്ടുകാർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു പ്രതീക്ഷ അവസാനിച്ചിരിക്കുന്നു. കുഞ്ഞിൻ്റെ വളരെ ദുഃഖകരമായ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് നിലവിൽ കാഞ്ഞിരംകുളം പുല്ലുവിളയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഈ കുട്ടി ഒരു ഭിന്നശേഷി കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ മരിച്ചു എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഈ വിശദമായ അന്വേഷണം നടത്തുമെന്നും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ ഈ മരണകാരണം സംബന്ധിച്ച് കൃത്യമായൊരു വ്യക്തത വരൂ എന്നതുമാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്ന കാര്യം. നിലവിൽ പോലീസ് അധികൃതർ മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുകയാണ്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ പുല്ലുവിളയ്ക്ക് സമീപമുള്ള പ്രദേശത്ത് സുഹൃത്തുക്കളുമായി കുഞ്ഞ് കളിക്കാൻ പോയത്. പിന്നീട് മടങ്ങി വരാത്തതിനെ തുടർന്നാണ് ആദ്യഘട്ടത്തിൽ ഈ സമീപത്തൊക്കെ തന്നെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് കാഞ്ഞിരംകുളം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഈ കുഞ്ഞിൻ്റെ അമ്മ ഒരാഴ്ച മുമ്പാണ് വിദേശത്തേക്ക് ജോലിക്ക് പോയത്. മറ്റ് 2 സഹോദരങ്ങളുണ്ട്. അത് മറ്റ് ബന്ധുക്കളുടെ വീട്ടിലാണ് മറ്റ് 2 സഹോദരങ്ങൾ ഉള്ളത്. അമ്മുമ്മയ്ക്കൊപ്പമാണ് ഈ കുട്ടി ഒരാഴ്ചയായി താമസിച്ച് വന്നത്. അതിനിടെയാണ് കളിക്കാൻ പോകുന്നതിനിടെ കുട്ടിയെ കാണാതാവുകയും ഇപ്പോൾ മൃതദേഹം സമീപത്തെ കനാലിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. SKN.